ഹലോ, നിങ്ങൾക്കറിയോ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. എനിക്ക് തോന്നുന്നു പണ്ടത്തേനേക്കാൾ അത് കൂടിയിട്ടുണ്ട്. അതിനൊരു വലിയ കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അതുപോലെയൊന്നുമല്ലല്ലോ എൻ്റെ ലൈഫ് എന്നുള്ള ആ ഒരു തോന്നലിലൂടെ വേറെ തരം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ മെൻ്റൽ ഹെൽത്ത് പരമായിട്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. എന്നാൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് അവരെടുക്കുന്നുണ്ടോ? ഇല്ല. ഒരു പരിധി വരെ ഒരുപാട് ആളുകൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത ആളുകളാണ്. ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പിടിച്ച് വെച്ച് അത് സീരിയസ് ആവുന്നത് വരെ കാത്തിരുന്ന് അവസാനം ഒരു നിമിഷത്തിൽ പൊട്ടും. അങ്ങനെ കൈവിട്ട് പോകുന്ന സാഹചര്യത്തിൽ മാത്രം മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. അങ്ങനെ ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രീറ്റ്മെൻറ്റ് വേണ്ട സമയത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും, പെട്ടെന്ന് തന്നെ റിക്കവറി ഉണ്ടാവും. അതല്ല ട്രീറ്റ്മെൻറ്റ് ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ക്യൂറും അത് ഭയങ്കര സ്ലോ ആയിരിക്കും. കൈവിട്ട് പോയിട്ട് പിന്നെ സൈക്കാട്രി മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥ വരുമ്പം പിന്നെ ഈ മരുന്ന് നിർത്താനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതിനൊപ്പം തന്നെ പല കോമോർബിഡായിട്ടുള്ള അസുഖങ്ങളും കൂടെ വരാം. എന്തിന് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നു? അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും സിംറ്റം നമ്മുടെ ബോഡിയിൽ, നമുക്ക് പനി വരുമ്പം നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരും ഇല്ലേ? ഫിസിക്കലി ഉള്ള അസുഖങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നു. നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു, മരുന്ന് വാങ്ങുന്നു, തിരിച്ചു വരുന്നു, മരുന്ന് പറഞ്ഞ പോലെ തന്നെ ഉപയോഗിക്കുന്നു, അസുഖം മാറുന്നു. എന്നാൽ ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ എന്തുകൊണ്ട് മടി കാണിക്കുന്നു? സമൂഹത്തിനോർത്തിട്ടോ. സമൂഹത്തിനോർത്ത് മടി കാണിക്കുകയാണെങ്കിൽ അങ്ങനെ മടി കാണിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബമായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവും. അത് കാരണം തന്നെ നമ്മൾ എല്ലാത്തിനും അതിൻ്റെ ആ ഒരു പ്രയോറിറ്റി കൊടുക്കുക തന്നെ വേണം. കാര്യങ്ങൾ ഭയങ്കര വേഴ്സ്റ്റായി കഴിഞ്ഞിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോയാൽ ശരിക്കും പാടുപെടും. നമുക്ക് പല രീതിയിലുള്ള സിംറ്റംസ് നമ്മുടെ ബോഡി തരുന്നുണ്ട് നമ്മൾ മെൻ്റലി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും. ഇപ്പോൾ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ആൾക്ക് ഒന്നുമില്ലെങ്കിൽ ആ ആളെ ശരീരം കണ്ടാൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സാധാരണ നിന്ന് വ്യത്യാസമായിട്ട് ആൾ ചിലപ്പം നന്നായി മെലിഞ്ഞു പോവാം, അല്ലെങ്കിൽ ഓവറായിട്ട് വണ്ണം വയ്ക്കാം. അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ ഗതികളും ആകെ മാറും, മറ്റുള്ളവരായിട്ട് മിണ്ടാതാവും, മൊത്തത്തിലൊരു ഉൾവലിവും ഫുൾ ടൈം കരച്ചിലും ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ. അങ്ങനെ നമുക്ക് ആളെ കണ്ടാലോ അല്ലെങ്കിൽ ആളോട് സംസാരിക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മെൻ്റലി ഒരാൾ സ്ട്രഗിൾ ചെയ്യുമ്പം അതൊക്കെ മാറും. കുറച്ച് മോട്ടിവേഷൻ കൊടുത്ത് അങ്ങോട്ട് വിടാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വായോ, നമുക്കൊരാളെ കൺസൾട്ട് ചെയ്യാം, ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെയോ കാണിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് അവരെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്, കൂടെ ഉള്ളവർ. ഓക്കെ, അപ്പോൾ ഈ കാര്യം പറയണമെന്ന് തോന്നി. കാരണം ചുറ്റിലുള്ള ഒരുപാട് കേസുകൾ ഇപ്പോൾ നന്നായി കേൾക്കുന്നുണ്ട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്നവർ. എന്നാൽ ഒരാളടുത്തേക്ക് പോകാൻ മടി കാണിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. വീട്ടുകാരും അതെന്തോ മറ്റുള്ളവരറിഞ്ഞാൽ പ്രശ്നമാവും, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാതിരിക്കുന്നു. അത് ആളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ആളെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ട് നമ്മൾ അവരെ പുഷ് ചെയ്ത് കൊണ്ടുവരുന്നേ വേണം. മടി കാണിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇതിനൊക്കെ പുറത്തേക്ക് വരണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ കൊണ്ടുവരണം. ഓക്കെ.